ഹായ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാനൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്ന് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് തന്നെ വെള്ളവും വേണം. പിന്നെ കുറച്ച് ശർക്കരപ്പാനി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാളികേരവും. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു ബൗളെടുത്ത് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനാവശ്യമുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഒഴുകിപ്പോകുന്ന പാകത്തിന് ഉണ്ടാക്കരുത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നല്ല ജീരകം അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഈ പൊടി ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഒന്നുകൂടെ കുഴച്ച് വയ്ക്കണം. ഇനി തിളച്ച വെള്ളത്തിലോട്ട് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് പൊടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൊഴുക്കട്ട കൂടുതൽ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ആ ഫില്ലിംഗ് നന്നായി കവർ ചെയ്തിട്ട് നല്ലൊരു ഉരുളയാക്കിയിട്ടെടുക്കണം. കയ്യിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊഴുക്കട്ട വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയമെടുക്കും. ചെറിയ ചൂടോടെ സെർവ് ചെയ്യാം.